സമയം ഏകദേശം ഒരു 9:30 ഇന്നത്തെ യാത്ര ഈ കാണുന്ന ബോട്ടിൽ കയറി സൂറിച്ച് സിറ്റിയുടെ ഭംഗി ആസ്വദിക്കുകയും അതോടൊപ്പം ലോകപ്രശസ്തമായ ചോക്ലേറ്റ്, അതായത് ലിൻഡിറ്റ് ചോക്ലേറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറി കാണണം. അവിടെ പോയിട്ട് കുറച്ച് ചോക്ലേറ്റ് കഴിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ചെല്ലുന്നവർക്കെല്ലാം ഇഷ്ടംപോലെ ചോക്ലേറ്റ് അവർ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമെന്ന്. നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, അവിടെ പോയി നോക്കണം. കുറച്ച് ചോക്ലേറ്റ് കഴിക്കണം. പലതരത്തിലുള്ള ചോക്ലേറ്റ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വന്ന ദിവസം തന്നെ ടിക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു സമ്മർ ടൈമിൽ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത തന്നെ, ഞങ്ങൾ 2 പേരും കുറച്ച് 2-3 ദിവസം കുത്തിപ്പിടിച്ചിരുന്ന് സ്വന്തമായിട്ട് ഐറ്റിനറി ഉണ്ടാക്കി ഏതിലേക്ക് യാത്ര ചെയ്യണമെന്നും എല്ലാം കറക്റ്റ് ടൈമിൽ സ്വന്തം ഐറ്റിനറി ഉണ്ടാക്കിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഐറ്റിനറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ക്യാഷ് നമുക്ക് ലാഭിക്കാമെന്നറിയാം. നമ്മൾ ഈ ഉണ്ടാക്കിയ ഒരു ഐറ്റിനറി ഞങ്ങൾ വേറെ പല ഏജൻസികളുടെ അടുത്തും ട്രാവൽ ഏജൻസികളുടെ അടുത്ത് ചോദിച്ചപ്പോഴും ഏകദേശം ഡബിൾ ആയിരുന്നു അവരുടെ ക്യാഷ്. കാരണം ആരും നമുക്ക് വേണ്ടി ഒന്നും ചുമ്മാ ചെയ്തു തരില്ലല്ലോ. കാരണം അവരുടെ ഫീസും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം ഇരട്ടിയോളമായിരുന്നു. കാരണം അതുകൊണ്ട് സ്വന്തമായിട്ട് ഐറ്റിനറി ഉണ്ടാക്കി യാത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ലിൻഡിറ്റ് ഫാക്ടറി കാണാനും അതുപോലെ സൂറിച്ച് സിറ്റിയുടെ ഭംഗി ആസ്വദിക്കാനും. കാരണം ഇത് സമ്മർ ടൈം ആയിരുന്നു. ഞങ്ങൾ ചെന്ന സൂപ്പർ വെതർ ആയിരുന്നു. ഇവിടെ വരുന്ന 90% ആൾക്കാരും പാക്കേജുകൾ എടുത്തിട്ടായിരിക്കും വരുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഇവിടെ ജർമ്മൻ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഡച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുണ്ട്. എന്തായാലും നമ്മുടെ ബോട്ട് വന്നു. ബോട്ടിന് മുകളിൽ ഇത് എല്ലാം എവിടെ കയറിയാലും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നുള്ള ഒരു ഇതുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു അധികം ആളില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് നേരെ മുകളിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ബോട്ടിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും എയർപോർട്ടിൽ പോയാലും എവിടെ പോയാലും അതിൻ്റെ ഒരു നീറ്റ്നെസ്സും ആ സ്വിസ്സിൻ്റെ എന്താ പറയുക, സ്വിസ് മെയ്ഡ് നമ്മൾ പറയില്ല, നമ്മൾ പണ്ട് കേട്ടിരിക്കുന്ന സ്വിസ് മെയ്ഡ് വാച്ചസ് എന്ന് പറഞ്ഞ പോലെ അതുപോലെ എല്ലാത്തിലും അതിൻ്റെതായ ക്വാളിറ്റിയും അതിൻ്റെ നീറ്റ്നെസ്സും എന്ത് വൃത്തിയാണെന്നറിയാമോ. എവിടെ ചെന്നാലും എല്ലാം വളരെ ഭംഗിയായി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നടന്നിപ്പോൾ ബോട്ടിൻ്റെ 2ാമത്തെ നിലയിലെത്തി. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൂറിച്ച് സിറ്റിയുടെ ഭംഗി ആസ്വദിക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ചില സമയത്ത് ഇന്ന് അവർ മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ആൾക്കാർ അധികം മുകളിലേക്ക് വരുന്നില്ല. എന്തായാലും നമ്മുടെ വെമ്പറോക്ക് നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അവർ മുകളിൽ സീറ്റ് പിടിച്ചു, ഞാനും മുകളിലേക്ക് പോയി. ഈ വെള്ളം കണ്ടോ, ഈ സൂറിച്ച് സിറ്റിയുടെ, അതുപോലെ സൂറിച്ച് സിറ്റി മാത്രമല്ല സ്വിറ്റ്സർലൻഡിൽ ഏകദേശം 4600ഓളം ഫൗണ്ടെയിൻസ് ഉണ്ടെന്നാണ് പറയുന്നവർ. കാരണം ഇങ്ങനെ ചുമ്മാ പൈപ്പിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കും. പൈപ്പായിട്ടല്ല വരുന്ന ഓരോ പ്രതിമകൾ, ആ പ്രതിമകളുടെ ഭാഗത്തു നിന്ന് വായിന്ന് വെള്ളം വരുന്ന പോലെ, അതുപോലെ കുറേ ഭാഗത്തു നിന്ന് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ അതുപോലെ ഓരോരോ ഫൗണ്ടെയിൻസ് കാണാം. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും വെള്ളം കുടിക്കാം. അതുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുപ്പി ബോട്ടിൽ വെള്ളം മേടിച്ച് നമുക്ക് പൈസ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ MT ബോട്ടിലുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് ആകാശം കറക്കുന്നുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ എന്തായാലും ഞങ്ങൾ മുകളിലിരുന്ന് ഞങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്യണം. സൂറിച്ച് സിറ്റി മുഴുവൻ കവർ ചെയ്തിട്ട് വീഡിയോയിലാക്കണം എന്നുണ്ട്. അത് 20 മിനിറ്റത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ആ കനാലിൻ്റെ സൈഡുകളിലൂടെ നല്ല പരവതാനി വിരിച്ച സ്ഥലങ്ങളിലൂടെ നമുക്കൊരു യാത്രയുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളവിടെ നടക്കാനുണ്ട്. വളരെ ഭംഗിയാണ്. ഒരു തുള്ളി മണ്ണ് നമുക്ക് കാണാൻ പറ്റില്ല, ഫുള്ള് ഗ്രീനറിയാണ്. ഇത് നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ട്, ലിൻഡിറ്റ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് റോഡിൻ്റെ അപ്പുറത്താണ്. എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും പച്ചപ്പാണ്. കാരണം അവർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ ഒരു തുള്ളി എന്താ പറയുക മണ്ണ് കാണാൻ പറ്റില്ല. എല്ലായിടത്തും പച്ചപ്പ്. അവർ അത്ര വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളും. വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ബോർഡ് കണ്ടിട്ടുണ്ട്, ഹോം ഓഫ് ചോക്ലേറ്റ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ കേട്ടറിവിനേക്കാൾ വലുതായിരിക്കുമോ എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന ആൾക്കാരെ നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ ഒരു മലയാളിയെ കണ്ടു. ആകെ ഞങ്ങളുടെ 5 ദിവസത്തെ ട്രിപ്പിനുള്ളിൽ ആകെ ഒറ്റ മലയാളിനെ കണ്ടുള്ളൂ. പക്ഷേ ഇഷ്ടം പോലെ ഹിന്ദിക്കാരുണ്ട് കേട്ടോ. അതുപോലെയാണ് വേറെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കാനഡയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മുമ്പ് നീ പുള്ളിയില്ലേ, പുള്ളി ഒരു ഹിന്ദിക്കാരുണ്ട്. പക്ഷേ എന്തായാലും ഇന്ത്യയിലല്ല, പുള്ളി വേറെ ഏത് രാജ്യത്ത് നിന്ന് വന്നതാണ്. ഹോം ഓഫ് ചോക്ലേറ്റ്. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഇനി ഫോട്ടോയുടെ പരിപാടിയാണ്. എല്ലാവരും ഇഷ്ടം പോലെ. കാരണം എല്ലാവരും എന്താ പറയുക, ഒരു ബക്കറ്റ് ലിസ്റ്റിൽ പെട്ട കാര്യമല്ലേ. അപ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാനും എല്ലാ ആൾക്കാരുണ്ട്. നമ്മളിവിടെ ചെല്ലുന്നതിന് ടിക്കറ്റ് എടുക്കണം. ഏകദേശം 20 പൗണ്ടോളം റേറ്റ് വരും. പക്ഷേ ടിക്കറ്റ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഏത് സമയത്ത് എന്നാലും നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. ടിക്കറ്റ് എടുക്കാൻ നമ്മൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം, ആ ഫൗണ്ടൈൻ കാണാം. പക്ഷേ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനോ അല്ലാണ്ട് ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങും പരിപാടി നമുക്ക് കാണാൻ പറ്റില്ല. എക്സ്പ്രഷൻ ഇട്ടു ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഈ കാണുന്ന സാധനമാണ് ഒരു ചോക്ലേറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ ചോക്ലേറ്റ് ഫൗണ്ടൈൻ. ഈ ലോക പ്രശസ്തമായ ലിൻഡിറ്റ് ഫാക്ടറിയുടെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് വന്ന് കാണണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
അവിടെ എഴുതി വെച്ചേക്കുന്നത് കാണത്തില്ല നമുക്ക്, ലിൻഡിറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്. നല്ല ചോക്ലേറ്റ്, ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കൊക്കോ, അതുപോലെ ബ്രസീലിൽ നിന്ന് കൊണ്ടുവരുന്ന കൊക്കോ, ഇതെല്ലാം ഇവർ പ്രോസസ്സ് ചെയ്ത് വളരെ വൃത്തിയാക്കി അത്ര ഭംഗിയായി ചെയ്ത് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആക്കി ഇതിനെ മാറ്റുകയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ മണം നമ്മുടെ വായിൽ വെള്ളം വരും. എവിടെയാണ് ചോക്ലേറ്റ് നമുക്ക് കിട്ടുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും നമുക്ക് കാണാം. ഞങ്ങളുടെ കൂടെ വന്നവരും അതുപോലെ ഇതിനു മുമ്പ് വന്നവരൊക്കെ എല്ലാവരും ഇതിൻ്റെ മുമ്പിൽ ഫോട്ടോഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനുള്ള ധൃതിയിലാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പണ്ട് വായന ഇഷ്ടമില്ലാത്തത് കൊണ്ടും നമ്മളിങ്ങനെ ഫുള്ള് വീഡിയോ പകർത്തിക്കൊണ്ട് നടക്കുമല്ലേ. കുറച്ച് നേരത്തെ കറക്കത്തിന് ശേഷം നമ്മൾ നേരെ ചോക്ലേറ്റ് ടൂറിലേക്ക് പോവാണ്. അതിന് മുമ്പ് നമുക്കൊരു ഡിവൈസ് തരും. ആ ഡിവൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോകുന്ന ചോക്ലേറ്റ് ടൂറിൽ അവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡിവൈസ് അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്പോട്ടുണ്ട്. അവിടെ ജസ്റ്റ് അത് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചെവിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പ്രോസസ്സിങ് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഇവിടുന്ന് പോയത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷാണ് നമ്മുടെ മെയിൻ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് വരുന്നത് ഇംഗ്ലീഷാണ്. അപ്പം അതവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇംഗ്ലീഷിൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ അവർക്ക് ജസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്താണ് അവിടെ പോയി ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ആ ഡിവൈസ് വർക്ക് ആക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് അവർ കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ആൾക്കാർ ക്യൂവിലാണ്. എവിടെ പോയാലും ആൾക്കാർ ഈ ക്യൂ മെയിൻറ്റെയിൻ ചെയ്യും. ഒരാളൊരു ക്യൂവിനെ ഓവർടേക്ക് ചെയ്യും, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ആൾക്കാർ ഓരോന്ന് ഈ ഡിവൈസ് മേടിച്ച് ആ ഡിവൈസ് ഏത് ലാംഗ്വേജിലാണോ ആ ലാംഗ്വേജ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഈ UK പോയതുകൊണ്ട് യുകെയിലോട്ട് പ്രസ് ചെയ്ത് വരുമ്പം അത് ഇംഗ്ലീഷിലേക്ക് അതായി. ഇനി അത് മുഴുവൻ നമ്മൾ ഇംഗ്ലീഷിലേക്ക്. ഇപ്പം നമ്മൾ ജർമ്മനിയുടെ ആ ഫ്ലാഗിൻ്റെ മുമ്പിലൊക്കെ ഇപ്പം നമ്മൾ ഡീറ്റെയിൽസ് മുഴുവൻ കേൾക്കാൻ പോകുന്നത് ജർമ്മനിലായിരിക്കും. ഇപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസിലേക്ക് ഈ ഡിവൈസ് കണക്ട് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് അതുമായിട്ട് മുട്ടിച്ചാൽ മതി. അതുമായിട്ട് മുട്ടിക്കുമ്പം നമുക്ക് അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മീനിങ് എന്താണ്, ആ പ്രോസസ്സിങ് എന്താണെന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ചോക്ലേറ്റ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് മുമ്പോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ മുകളിലേക്ക് പോകണമെങ്കിലും നമുക്ക് ടിക്കറ്റ് ആവശ്യമായിട്ട് വരും. ഇതുവരെ നമുക്ക് ടിക്കറ്റ് ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കാനും അത് അവരെന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു. ഇതൊക്കെ കേൾക്കാനാണ് നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യം. അല്ലാണ്ട് നമുക്ക് വന്നിട്ട് ആ ഫൗണ്ടൈൻ കണ്ടു പോകാനോ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറാനോ ഇതിൻ്റെ കഫറ്റീരിയയിൽ കയറാനോ ഇതിനൊന്നും നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ് കാണിച്ചു തരാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവർ പോയിട്ട് നമ്മുടെ കൊക്കോ കളക്ട് ചെയ്യുകയും അത് ഇവിടെ കൊണ്ടുവരികയും അത് ചെയ്ത് ഓരോ പ്രോസസ്സിങ്ങും എല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലായിട്ടും അതുപോലെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇവർ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ കാണുന്ന സാധനത്തിലൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും മനസ്സിലായി ഇതൊക്കെ ഓരോ ഇതിൻ്റെ പ്രോസസ്സുകളാണ്. ലോകത്തു നിന്നുള്ള കൊക്കോ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ലോകത്തുനിന്നുള്ള കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കൊക്കോ കൊണ്ടുവരിക, അതുപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ചോക്ലേറ്റ് ആക്കി ലോകം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അപ്പം ഈ ഫാക്ടറി എന്താണെന്നും ഈ ഫാക്ടറിയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ മുഴുവൻ വാൾ പെയിൻ്റ് ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ ഡിസ്പ്ലേ ആയിട്ടും എല്ലാ കാര്യങ്ങളും എന്താ പറയുക നമുക്ക് മനസ്സിലാകേണ്ട ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ടോട്ടൽ അവർ ഒരു ആനിമേഷൻ പോലെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കൊക്കോ കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ അത് പൊടിക്കുകയും അതിനോടൊപ്പം എല്ലാ പ്രോസസ്സിങ്ങും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ പോകുന്ന സ്ഥലമാണ് ചോക്ലേറ്റ് ടെസ്റ്റ് ചെയ്യാൻ. കാരണം അവിടെ കിട്ടുന്ന അവർ ഉൽപ്പാദിപ്പിക്കുന്ന 3 തരത്തിലുള്ള ചോക്ലേറ്റുകൾ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്യുന്ന വൈറ്റ് ചോക്ലേറ്റ് ആണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എക്സ്പ്രഷൻ ഫ്രഷ് ലിക്വിഡ് ചോക്ലേറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ട്. ചോക്ലേറ്റ് എല്ലാം കഴിച്ച് ഇനി നമുക്ക് പുറത്തിറങ്ങാം. അവിടെ പുറത്തിറങ്ങി താഴെ കഫറ്റീരിയ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ചോക്ലേറ്റുകൾ നമുക്ക് മേടിക്കാം, ആവശ്യമുള്ളവർക്ക് മേടിക്കാം. നമുക്ക് ഉണ്ടാക്കിയ ചോക്ലേറ്റ് നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഒരു ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോ എടുത്തില്ല. അവിടെ നമുക്ക് ഇഷ്ടംപോലെ എടുക്കാം. ഇഷ്ടംപോലെ നല്ല ഓരോരുത്തരും എല്ലാവരും അവർ പറയുന്നത് ഏകദേശം ഒരാൾക്ക് ഒരെണ്ണം വെച്ചെടുക്കാമെന്നാണ്. പക്ഷേ ഒരെണ്ണം അല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ സാധനം എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നടന്ന് കാണുന്ന എൻ്റെ ഈ ഗ്ലാസ്സിൽ കൂടെ കാണുന്നതാണ് അവിടെ അതിൻ്റെ പ്രോസസ്സിങ് ഓരോ സാധനങ്ങളും ഓരോ ചോക്ലേറ്റുകളും ഉണ്ടാക്കുകയും അത് പാക്ക് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററാണത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റോടെ പൂർത്തിയായി. ലിൻഡിറ്റ് ചോക്ലേറ്റ് ഫാക്ടറി കാണുന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ പോകാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് വേണമെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും, എനിക്കറിയാവുന്നത് പോലെ. ഓക്കെ.